ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് തുടങ്ങാൻ പോകുന്നതെന്ന് ഇപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ലാലേട്ടൻ ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ആയിട്ട് ഇപ്പൊ കൺഫേമും ആയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഓഡീഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് നാളുകളായി. പലർക്കും ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ പോയിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് നാളെ ഒരു പ്രൊമോ വീഡിയോയും ഒരു ലോഗോ ലോഞ്ചിങ്ങും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈസ്റ്റർ ദിനത്തിൽ ബാരോസ് മൂവിയുടെ ഇടയിലായിരിക്കും ആ ഒരു പ്രൊമോയും ഈ പറയുന്ന ഒരു ലോഗോ ലോഞ്ചിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ബാരോസ് മൂവി എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് പ്രകാരം ഒരുപാട് പേർക്ക് ഇതിനോടകം തന്നെ ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പലരെയും ഇനി വിളിക്കാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ഓരോ സീസണുകൾ വരുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് സീസണുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സീസൺ 1 മുതൽ 6 വരെയും നമ്മുടെ ബിഗ് ബോസിൽ എല്ലാ സീസണുകളിലും നമ്മൾ ഒട്ടും ഒഴിച്ചു മൂടാൻ പറ്റാത്ത വ്യക്തികളാണ് ഏഷ്യാനെറ്റിന്റെ സീരിയൽ താരങ്ങൾ. ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങൾ ഇല്ലാത്ത ഒരു സീസൺ പോലും ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററി തന്നെ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ 6 സീസണുകളിലും ബിഗ് ബോസിൽ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഏഷ്യാനെറ്റിന്റെ സീരിയൽ താരങ്ങൾ. കാരണം ഏഷ്യാനെറ്റിലെ ഒട്ടുമിക്ക എല്ലാ ഈ ഒരു ഏഷ്യാനെറ്റ് എന്ന ചാനലില് ആ ഒരു ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഏറെക്കുറെ കാണുന്നത് ഈ പറയുന്ന സീരിയലുകൾ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ വീട്ടമ്മമാരും നമ്മുടെ പ്രായമായിട്ടുള്ള ആളുകളും ഇപ്പൊ കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് സീരിയൽ കാണുന്ന വ്യക്തികളാണ്. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്നൊരു ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ സീരിയൽ താരങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ പറയുന്ന ഫാമിലി ഓഡിയൻസിനെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ സീസണുകളിലും സജീവമായിട്ട് ബിഗ് ബോസ് കൊണ്ടുവരുന്ന വ്യക്തികളാണ് ഏഷ്യാനെറ്റിന്റെ സീരിയൽ താരങ്ങൾ. അപ്പോ ഈ ഒരു സീസണിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുന്ന സമയത്ത് ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പങ്കെടുക്കാനായിട്ട് സാധ്യതയുള്ള ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങൾ? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സീരിയൽ ആർട്ടിസ്റ്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ 1ഉം 2ഉം ഒക്കെ മുതൽ ഒരുപാട് പേര് ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ജിഷിൻ മോഹൻ. പുള്ളിക്കാരൻ ഒരു സീരിയൽ ആക്ടറാണ്. നമ്മുടെ ഏഷ്യാനെറ്റിലെ പല സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ജിഷിൻ മോഹൻ വരണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേര് തന്നെയാണ്. അടുത്തതായി പറയുന്നത് ഷാലു മേനോൻ. ഷാലു മേനോൻ നമുക്കറിയാം ഒരു ഏഷ്യാനെറ്റിന്റെ സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു സോളാർ പാനലിന്റെ ഒരു തട്ടിപ്പ് കേസിലൊക്കെ നല്ല രീതിയിൽ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ കേസും കൂട്ടങ്ങളൊക്കെ ആയിട്ട് ഓടി നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഷാലു മേനോൻ. ഒരു ഡാൻസർ കൂടിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേര് തന്നെയാണ്. ഈ കഴിഞ്ഞ 2-3 സീസണുകളിലൊക്കെ ഈ ഷാലു മേനോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും സീസൺ 7 പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് മറ്റാരുമല്ല രേഖ രതീഷ്. രേഖ രതീഷ് ആദ്യമായിട്ട് ഏഷ്യാനെറ്റിലേക്ക് വരുന്നത് പരസ്പരം എന്ന് പറയുന്ന സീരിയലിൽ പത്മാവതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്തിട്ടാണ്. ആ ഒരു സീരിയൽ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് ഒരു റാൻഡത്തിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഒരു സീരിയലാണ്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു സീരിയലിലൂടെ അരങ്ങേറിയിട്ട് പിന്നെ ഒരുപാടധികം സീരിയലുകളിൽ ഏഷ്യാനെറ്റിൽ വേഷം ഇട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് എന്നല്ല, സൂര്യ TV അത്തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടുണ്ട്. ഒരു ഡാൻസർ കൂടിയാണ്. രേഖ രതീഷിനെയും ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായി പറയുന്നത് പരസ്പരം എന്ന് പറഞ്ഞ സീരിയലിലൂടെ തന്നെ ഫേമസ് ആയിട്ട് വരുന്ന ഒരു ആക്ട്രസ് ആണ്. മറ്റാരുമല്ല ഗായത്രി അരുൺ. നമ്മുടെ പരസ്പരം എന്ന് പറയുന്ന സീരിയലിൽ ദീപ്തി IPS എന്ന കഥാപാത്രം ചെയ്തുകൊണ്ട് ഒരുപാട് പേരെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ ഒരു ആക്ട്രസ് ആണ് ഗായത്രി അരുൺ. ഇപ്പോൾ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഗായത്രി അരുൺ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേര് കൂടിയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 5ാമതായിട്ട് പറയുന്നത് ഷാലു കുര്യൻ. ഷാലു കുര്യൻ നമുക്കറിയാം ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് വരുന്നത് ചന്ദനമഴ എന്ന് പറയുന്ന സീരിയലിൽ വർഷ എന്ന ഒരു വില്ലത്തി കഥാപാത്രം ചെയ്തിട്ടാണ്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു സീരിയൽ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ട്രോളും കാര്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചന്ദനമഴ എന്ന് പറയുന്ന സീരിയലിൽ വർഷ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത ഷാലു കുര്യൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ഡാൻസർ ആണ്. ഒരുപാട് കോമഡി പ്രോഗ്രാമുകളിലും അതുപോലെ തന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് കൂടിയാണ്. ഷാലു കുര്യനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേരാണ്. അടുത്തതായി പറയുന്നത് സ്വാസിക വിജയ്. സ്വാസിക വിജയ് ആദ്യമായിട്ട് ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന ഒരു സീരിയലിലാണ് ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാടധികം സിനിമകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ആക്ട്രസ് ആണ്. സ്വാസിക വിജയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേരാണ്.
അടുത്തതായി പറയുന്നത് ജിത്തു വേണുഗോപാൽ. ജിത്തു വേണുഗോപാൽ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൽ അഭിനയിക്കുന്നത് സീതാ കല്യാണം എന്ന് പറയുന്ന ഒരു സീരിയലിലാണ്. ആ സീരിയലിൽ ജിത്തു വേണുഗോപാലിന്റെ ഒപ്പം അഭിനയിച്ചിരുന്ന എല്ലാ ആക്ടേഴ്സും ഈ പറയുന്ന ബിഗ് ബോസിലെ ഓരോരോ സീസണുകളിലൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഈ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുന്ന സമയത്ത് ജിത്തു വേണുഗോപാലിനും സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി പറയുന്നത് ശ്രീറാം ആദ്യമായിട്ട് വരുന്നത് ഏഷ്യാനെറ്റിലെ കസ്തൂരിമാൻ എന്ന് പറയുന്ന ഒരു ഗംഭീര സീരിയലിൽ അഭിനയിച്ചുകൊണ്ടാണ്. കസ്തൂരിമാൻ എന്ന സീരിയലിൽ ജീവ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ശ്രീറാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീരിയൽ നല്ലൊരു വിജയകരമായിട്ട് തന്നെ അവസാനിപ്പിച്ചിരുന്ന ഒരു സീരിയലാണ്. ശ്രീറാമിനെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സീരിയൽ ആയിട്ടുണ്ടായിരുന്ന സ്വാന്തനം സീരിയലിൽ ശിവൻ എന്ന കഥാപാത്രം ചെയ്ത് ഒരുപാട് പേരെ ഇഷ്ടപ്പെടുത്തിയ നമ്മുടെ സജിനെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ സീസൺ 6 സജിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായി പറയുന്നത് അനീഷ് രവി ഒരുപാട് കോമഡി കഥാപാത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ പല ചാനലുകളിലും പല സിനിമകളിലൊക്കെ അടിപൊളിയായിട്ടുള്ള കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു ആക്ടറാണ്. അനീഷ് രവിയെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേരാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ അവസാനമായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചിരുന്ന മീര വാസുദേവനും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മീര വാസുദേവൻ ഒരു കോൺട്രവേഴ്സി ആക്ട്രസ് കൂടിയാണ്. ഒരുപാടധികം കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ മീര വാസുദേവനെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേര് കൂടിയാണ്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 11 ഏഷ്യാനെറ്റ് താരങ്ങളുടെ പേരുകളാണ് ഇപ്പൊ നമ്മൾ പങ്കുവച്ചത്. ഈ പറഞ്ഞ പേരുകൾ എല്ലാവരും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സുപരിചിതരായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേര് ബിഗ് ബോസിലെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തികളാണ്. ഈ കഴിഞ്ഞ പല സീസണുകളിലും ഓഡിഷൻ കോൾ പോയ വ്യക്തികളാണ് ഇവര്. തീർച്ചയായിട്ടും ആ ഒരു സീസണുകളിലൊക്കെ പോകാനായിട്ട് സാധിച്ചില്ല. വീണ്ടും ഈ പറയുന്ന പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ബിഗ് ബോസ് ഈ ഒരു വർഷവും ഇവരെ ഇവർ അപ്രോച്ച് ചെയ്യും. തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വർഷം ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലും 1-2 പേര് തീർച്ചയായിട്ടും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ആക്ടറാണ് ഈ ഒരു സീസണിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരാണ് തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്